ജയിലിലേക്കോ സഭയിലേക്കോ എന്നൊരു ദശാസന്ധിയിൽ രാജ്യമനസാക്ഷിക്ക് മുന്നിൽ തരിമ്പിന് പോലും ഒന്ന് പതറാതെ നിൽപ്പാണ് മറ്റൊരു ഗാന്ധി. രാഹുൽ, നിങ്ങൾ പുതിയ ഇന്ത്യയിൽ ചോദ്യങ്ങളുടെ ഗാന്ധിയാണ്. ഇത് നിങ്ങളുടെ യുദ്ധമാണ്. മാപ്പ് പറഞ്ഞങ്ങ് ഇരുമ്പഴിക്കൂട് ഒഴിവാക്കാൻ മേം ഗാന്ധി ഹേ സവർക്കർ നഹി എന്നൊരു ഇച്ഛാശക്തിയുടെ വാക്കുകൾ രാജ്യത്തിന്റെ കാതുകൾ കേൾക്കുന്ന ദിവസങ്ങളാണ്. ഈ കളം നിങ്ങൾക്ക് ഒരുപക്ഷെ പരിചിതമായിരിക്കില്ല. കളി നിയമങ്ങൾ നിങ്ങൾക്ക് വഴങ്ങിയേക്കുകയുമില്ല. കരുതി വച്ചിരിക്കുന്നത് കാരാഗ്രഹവും കാത്തിരിക്കുന്നത് കഠിന പരീക്ഷണങ്ങളുമെങ്കിലും നിങ്ങൾ ഇത് നേരിടുക. ഇന്നു മുതൽ നിങ്ങൾ ഈ രാജ്യത്തിന് പുതിയൊരു വികാരമാണ്. അയോഗ്യതാ ഭീഷണിയിൽ, തടവ് ശിക്ഷാ ഭീതിയിൽ, സമസ്താപരാധം പറഞ്ഞ് സാഷ്ടാംഗം പ്രണമിച്ച് ധൂളീപടലമാകാൻ അയാൾ ഇന്നലെ കുരുത്തൊരു മഴയിലെ തകരയല്ല. അയാൾ രക്തസാക്ഷിയുടെ പുത്രനാണ്, രക്തസാക്ഷിയുടെ പൗത്രനാണ്. പോയ കാലത്തിന്റെ രക്തസാക്ഷിതങ്ങളിൽ വിളവെടുക്കുന്നവനെന്ന പരിഹാസങ്ങളെ നിങ്ങൾ ഇതിനാൽ അതിജീവിച്ചിരിക്കും. ഇത് നിങ്ങളുടെ യുദ്ധമാണ്. സാക്ഷാൽ ഗാന്ധിയുടെ സമരക്കൊടുങ്കാറ്റ് കുടിയിരിക്കുന്ന രാജ്ഘട്ടിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി പല വികാരങ്ങളുടെ വേലിയേറ്റത്തിൽ ഓർത്തെടുക്കുന്നു. രാജീവിന്റെ ഓർമ്മയിൽ ഉള്ളുപൊള്ളിപ്പിടയുമ്പോഴും പേരിന് പോലും ഒന്ന് കാലുപറക്കാതെ വിലാപയാത്രയ്ക്ക് മുന്നിൽ നടക്കുന്ന 21കാരന്റെ പേര് രാഹുൽ ഗാന്ധി. നിങ്ങൾ നടന്നു തീർത്ത രാജ്യം, അണച്ചുപിടിച്ച ജീവിതങ്ങൾ നിങ്ങളിലേക്ക് പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട്. അവർക്ക് മുന്നിൽ നിങ്ങൾ അവരുടെ നേതാവാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. തല ഏത് ഉടലേത് എന്നറിയാതെ ചിതറിയ അച്ഛന് മുന്നിൽ അമ്മ സോണിയാഗാന്ധിയെ 19കാരി പെങ്ങൾ പ്രിയങ്കയെ ചേർത്ത് നിൽക്കുന്ന രാഹുലിന്റെ തീക്കണ്ണീരിന് ചോരകരിയുന്ന തിക്താനുഭവം മറ്റൊന്നുണ്ട്, പേര് ഇന്ദിരാഗാന്ധി. ജയിലറകൾക്ക് മുന്നിൽ മാപ്പു പറഞ്ഞു മടങ്ങില്ല എന്ന നിങ്ങളുടെ പ്രഖ്യാപനം, നിങ്ങൾക്ക് എന്നെ അറിയില്ല, എനിക്കാരെയും ഭയമില്ലെന്ന നിങ്ങളുടെ വെല്ലുവിളി, ഓർമ്മയിൽ ഘനീഭവിച്ചു പോയ കട്ടച്ചോരയുടെ കരുത്തിൽ ഇന്ദിരാഗാന്ധിയുടെ അതേ രൂപത്തിൽ, അതേ ഭാവത്തിൽ, അതേ ശബ്ദത്തിൽ പ്രിയങ്ക പറയുന്നു, ഡറാവോ മത്, പേടിപ്പിക്കല്ലേ ഭരണകൂടമേ. നോക്കൂ, ഈ മണ്ണിൽ ഇനി ഒരു എതിരാളിയില്ലെന്ന അഹന്തകൾക്ക് മുന്നിൽ നിങ്ങൾ ഒരു എതിരാളിയായി വളർന്നു കഴിഞ്ഞുവെങ്കിൽ അതിലേറെ എന്തു വേണം? അധികാരവാഴ്ചയുടെ അഹങ്കാരത്തിൽ പൂണ്ട് വിളയാടി അഴുകിപ്പുഴുത്തു വീണ ഹിറ്റ്ലറെയും മുസോളിനെയും പോൾപോട്ടിനെയും ഒക്കെ ഓർക്കുന്നുണ്ട് വി.ഡി. സതീശൻ. ഫാസിസത്തിന്റെ പെരുമ്പറയെ പ്രതിരോധിക്കേണ്ടത് ഇടിമുഴങ്ങുന്ന മുദ്രാവാക്യങ്ങൾ കൊണ്ടാണ്. രാഹുൽ, നിങ്ങൾക്ക് വേണ്ടി ഇന്ത്യക്ക് അതിന് സാധിക്കട്ടെ. ഇന്ത്യക്ക് വേണ്ടി നിങ്ങൾക്കും അത് സാധിക്കും. അങ്ങനെ ഒരു ജനായത്ത സംസ്കൃതിക്ക് ചരമക്കുറിപ്പ് എഴുതാൻ നേരമായിട്ടില്ല. അധർമ്മത്തിൽ കുരിശേറിയ മനുഷ്യപുത്രൻ ഉയിരോടെ ഉയർക്കാതെ ഒരു ദുഃഖവെള്ളിയും കഴിഞ്ഞിട്ടുമില്ല. കാലമേ, രാജ്യമേ, ചരിത്രമേ കാത്തിരിക്കൂ. കരുത്തോടെ വരുന്നുണ്ട് ഒരു ജനാധിപത്യത്തിന്റെ പെരുങ്കളിയാട്ടക്കാലം.